ഒരു 1.5 ലക്ഷം രൂപ ഇല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ ബിസിനസ് നമുക്ക് അധികം സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട, സ്റ്റോറേജ് ഫെസിലിറ്റി വേണം എന്നുള്ളതാണ്. അല്ലാതുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അധികം സ്ഥലങ്ങൾ വേണ്ട, നമ്മളുടെ വീട് തന്നെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റിക്കും ഉപയോഗിക്കാം. ഈ ബിസിനസ് റൺ ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു വലിയ ഓഫീസിന്റെ കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞു വന്നത്. ചെറിയ ബിസിനസ്സാണ്, വൈസ്ലി ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ബുദ്ധിപരമായിട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ബിസിനസ്സാണ്. ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. ഞാൻ 1.5 ലക്ഷം 2 ലക്ഷം പറഞ്ഞെങ്കിലും ഇനിഷ്യലി അത്രയൊന്നും ഇൻവെസ്റ്റ്മെന്റ് ആകത്തില്ല. 2-3 രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്റ്റ് നമുക്ക് സ്വയം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റോറേജ് മാത്രം പോരാ, പിന്നെ അത് പ്രൊഡക്ഷനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അത് കുറച്ച് കഷ്ടപ്പെട്ട പരിപാടിയാണ്. അതിന് പോകാതെ നമ്മളിത് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, ഓൾറെഡി ഉണ്ടാക്കുന്ന ആളുകളുണ്ട് നല്ല രീതിയിൽ. അവരിൽ നിന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം അത് റീപാക്ക് ചെയ്ത് നമ്മൾ പാർട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നല്ലത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു FSSAയുടെ ലൈസൻസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം, ഒരു GST നമ്പർ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം, ഒരു പാക്കിംഗ് ലൈസൻസ്, പാക്കർ ലൈസൻസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ പറ്റും. ഈ FSSA, പാക്കർ ലൈസൻസ് ഒക്കെ എടുക്കുന്നത്, GST ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ വേർഡ് ഇട്ട്, അതായത് FSSAI, GST, പാക്കർ ലൈസൻസ് എന്നുള്ള വേർഡ് ഇട്ട് നമ്മളുടെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. നിങ്ങൾക്കത് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇവിടെ പ്രോഡക്റ്റ് എന്താണ് എന്ന് പറയാം. ഇവിടെ കേരള സ്നാക്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു 2-3 ഐറ്റം പിടിക്കുക. അതിനുശേഷം ബിസിനസ് ഡെവലപ്പ് ആകുന്നതനുസരിച്ച് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ എടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് 2-3 ഐറ്റം. അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ബനാന ചിപ്സ് എടുക്കാം, നമ്മളുടെ മുറുക്ക് എടുക്കാം, നമ്മളുടെ അച്ചപ്പം എടുക്കാം. ഈ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ 1, 2, 3 സെലക്ട് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന ആളുകൾ നമ്മളുടെ ചുറ്റളവിൽ തന്നെ ഉണ്ട്. അവരുമായിട്ട് സംസാരിക്കുക, അവരോട് ബൾക്ക് റേറ്റ് സംസാരിക്കുക, കിലോ കണക്കിനുള്ള റേറ്റ് സംസാരിക്കുക. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം തരുന്ന രീതിയിലായിരിക്കണം ഈ കച്ചവടം നടക്കേണ്ടത്. അതായത് നമ്മൾ കുറച്ചധികം വാങ്ങിക്കൊണ്ടൊന്നും സ്റ്റോർ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇന്ന് അവരോട് പറയുകയാണ് നാളെ ബനാന ചിപ്സ് നമുക്ക് 50 കിലോ വേണം എന്ന് പറഞ്ഞാൽ നാളെ അവർ അത് തരാൻ തയ്യാറാകണം. നമ്മളുടെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ബനാന ചിപ്സിനെ പാക്കുകളാക്കിയാണ് ചെയ്യുന്നത്. പാക്കറ്റ് ആക്കുക, 250 ഗ്രാം, 500 ഗ്രാം, 1 കിലോ അങ്ങനെയുള്ള പാക്കുകളാക്കിയാണ് നമ്മളിത് വിതരണം ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് പാക്കിംഗ് പൗച്ചുകൾ വേണ്ടി വരും. നമ്മളുടെ ബ്രാൻഡഡ് പാക്കിംഗ് പൗച്ചുകളാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് നമുക്ക് പ്ലെയിൻ പാക്കിംഗ് പൗച്ചുകൾ കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ ഫില്ല് ചെയ്ത് വോക്കം സീൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിക്കാം. ആ സ്റ്റിക്കർ ഒട്ടിച്ചാലും മതിയാകും, സ്റ്റാർട്ടിങ്ങിലെ കുഴപ്പമൊന്നുമില്ല. ഈ പ്രോഡക്റ്റുകൾ ഇനി എങ്ങനെയാണ് വിൽക്കേണ്ടത്? ഇവിടെ ഞാൻ ആ റേറ്റ് വേരിയേഷൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. MRPയും നമുക്ക് ഇവർ തരുന്ന റേറ്റും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടായിരിക്കും, നല്ല വ്യത്യാസമുണ്ടായിരിക്കും. ആ വ്യത്യാസത്തിലിട്ടാണ് നമ്മൾ കളിക്കുന്നത്. എന്നാൽ നമ്മൾ ലോക്കലി കിട്ടുന്ന MRPയേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്ന MRP. അതിനും ഒരു കാരണമുണ്ട്, അത് മുമ്പോട്ട് പറയാം. ഈ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു, നമ്മളിങ്ങനെ റീപാക്ക് ചെയ്ത് ആണ് വിടുന്നത്. ഇനി ഇത് എവിടെയാണ് വിൽക്കുന്നത്? അതൊരു വലിയ ഘടകമാണ്. നമ്മൾ ലോക്കലി വിൽക്കുന്നില്ല ഇതിനെ. അതിന് പകരം നമ്മൾ വിൽക്കുന്നത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ, തൽക്കാലം ഇന്ത്യ മാത്രം പിടിക്കുക, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? ഓൺലൈൻ സ്റ്റോറുകളെ സമീപിക്കേണ്ടി വരും. അതായത് e-commerce വെബ്സൈറ്റുകളിൽ കൂടെയാണ് നമ്മളിത് വിൽക്കാൻ പോകുന്നത്. നമുക്കിവിടെ അതിനായിട്ട് ഒരുപാട് സ്കോപ്പുകളുണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, മീഷോ ഉണ്ട്, അല്ലാതെ ഒരുപാട് എണ്ണമുണ്ട്. ഇതിൽ കൂടെയൊക്കെ നമുക്കിത് ഭംഗിയായിട്ട് വിൽക്കാൻ പറ്റും.
അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്തതിന് ശേഷം ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ ഇത് എൻലിസ്റ്റ് ചെയ്യണം. നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഇട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആമസോൺ ഇല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. അത് കൃത്യമായിട്ട് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് ചെയ്യണം എന്നുള്ളത്. ഇവിടെ സെല്ലർ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്കിത് വിൽക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അധികം പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യേണ്ട എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഓർഡർ വരുന്ന അനുസരിച്ചാണ് നമ്മളിത് പാക്ക് ചെയ്ത് വിടുന്നത്. നമുക്ക് ഇതിന് ടൈമുണ്ട്. അതായത് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും. 1 ദിവസം, 2 ദിവസം, 3 ദിവസം നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെലിവറി പീരീഡിനും ഒരു സമയമുണ്ട്. അതായത് 5 ദിവസം, 7 ദിവസം അങ്ങനെയുള്ള ഒരു ടൈം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സൈറ്റിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് ഫ്ലിപ്കാർട്ടുകാരാണെങ്കിലും ആമസോൺകാരാണെങ്കിലും മീഷോക്കാരാണെങ്കിലും നിങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് കളക്ട് ചെയ്യും. അത് അവർ തന്നെ വിട്ടോളും. അവരുടെ ചാർജസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രം. ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോയുടെ ഒക്കെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ചാർജസും കാര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. ഇങ്ങനെ നമുക്ക് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മളുടെ ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റും. ചെറിയ ഒരു ഇനിഷ്യേറ്റീവാണ്, പക്ഷേ വലിയ സ്കോപ്പാണ് ഇതിനകത്തുള്ളത്. ഓൾറെഡി കളിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ പോലും നമ്മളുടെ ബ്രാൻഡിന് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഗുഡ്വില് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരുന്നില്ല. നമ്മളുടെ പ്രോഡക്റ്റുകൾ കൂടിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഓൾറെഡി 3 പ്രോഡക്റ്റ് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റിൽ നിന്ന് തുടങ്ങാം. അതായത് നമ്മളുടെ ഏത്തക്ക ചിപ്സ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാം. അതിനകത്തും വെറൈറ്റി നിങ്ങൾക്ക് കൊടുക്കാം. മസാല ഏത്തക്ക ചിപ്സ്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത്, ഇനി സാധാരണ സൺഫ്ലവറിൽ ഉണ്ടാക്കിയത്, അങ്ങനെ വെറൈറ്റി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഈ മസാലയ്ക്കകത്ത് തന്നെ നിങ്ങൾക്ക് ഫ്ലേവറുകൾ കൊടുക്കാൻ പറ്റും. ഏതൊക്കെ ഫ്ലേവർ കൊടുക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഫ്ലേവറുകൾ കയറ്റുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ പ്രോഡക്റ്റുകൾ എടുക്കുന്ന ആരോടാണോ നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നത് അവരോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു, നമ്മളിത് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 50 കിലോയുടെ ആവശ്യമാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് 50 കിലോ കിട്ടണം. 100 ആണെങ്കിൽ 100 കിട്ടണം. അങ്ങനെയുള്ളൊരു പാർട്ടിയുമായിട്ടായിരിക്കണം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നല്ല രീതിയിൽ നല്ലൊരു ബിസിനസ് പടുത്തുയർത്താൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ പാചകത്തിലും കാര്യത്തിലും ഒക്കെ അല്പം കൈപുണ്യമുള്ള, ഇല്ലെങ്കിൽ എന്താ പറയുക, അറിവുള്ള, ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് താല്പര്യമുള്ള വീട്ടമ്മമാർക്ക് ഒരാൾക്കോ ഇല്ലെങ്കിൽ 1, 2, 3 പേർക്കോ സെറ്റായിട്ടോ ഇത് ചെയ്യാവുന്നതാണ്. കാരണം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ സ്ത്രീകൾക്ക് ഇത് പറ്റും. ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 1.5 ലക്ഷം 2 ലക്ഷം എന്ന് പറഞ്ഞു. അത്രയൊന്നും ആകത്തില്ല. ഇനി അഥവാ ആകുന്നെങ്കിൽ പോലും 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ 3 പേരുണ്ടെങ്കിൽ 50,000 രൂപ വെച്ച് ഇട്ടിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തു ഒന്ന് റൺ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഇനി പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള ലോണുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ലോൺ എന്ന് പറഞ്ഞാൽ മുദ്ര ലോണാണ്. മുദ്ര ലോൺ അവൈലബിൾ ആണ്, കിട്ടുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളുടെ ഡോക്യുമെന്റേഷൻ കൃത്യമാണെങ്കിൽ നമുക്ക് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിലും എടുക്കാം, അല്ലാതെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 20 ലക്ഷം രൂപ വരെ നമുക്ക് മുദ്ര ലോൺ എടുത്ത് ഈ പ്രോജക്റ്റിനെ വലിയ സാധ്യതകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങൾ ചിന്തിക്കുക. ചെറിയൊരു ഐഡിയ പറഞ്ഞു, ആ ഐഡിയ വെച്ച് വർക്കൗട്ട് ചെയ്യേണ്ടതും അതിനെ വിപുലീകരിക്കേണ്ടതും എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്യണമെന്നുള്ളതും നിങ്ങളുടെ കയ്യിലാണ്. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറുപടി പറയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഒരുപക്ഷെ നിങ്ങളിത് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തി ആയിരിക്കില്ല, എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണും. അവരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്കുക. കൂടാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.